കോൺഗ്രസിനുള്ളിൽ രണ്ടഭിപ്രായം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനകത്ത് പലരും കഥയെ അറിയാതെ ആട്ടം കാണുകയാണോ അതോ കഥയെ അറിഞ്ഞിട്ടും ആട്ടം കാണുകയല്ല ആടി തിമർക്കുകയാണോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. ഇതിനകത്ത് ഈ അവസരം മുതലാക്കി ഇതിൽ ആരെയെങ്കിലുമൊക്കെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു പാര എന്ന നിലയ്ക്ക് രാഹുലിനെ ഒരു ഉപകരണം ആക്കി മാറ്റുക. രാഹുലിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ മറ്റു ചിലരെ ഒതുക്കാൻ കിട്ടിയൊരു അവസരം എന്നുള്ള നിലയ്ക്ക് അവർ കൂടെ നിൽക്കുന്നതാണെന്നുള്ളതൊക്കെ പിന്നീട് തെളിയേണ്ട കാര്യമാണ്. ഇന്നത്തെ KPCC നേതൃയോഗം വളരെ നിർണായകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് രാഹുൽ മങ്കടത്തിൽ സഭയിലെത്തിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഹുലും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഇന്ന് സഭയിലെത്തിയത്. കാരണം ഇന്നിപ്പോ ആദ്യത്തെ ദിവസമാണ്, ചരമോപചാര പ്രസംഗങ്ങളൊക്കെ ഉള്ളൂ. അതിനിടയിൽ ഒരു ബഹളം ഉണ്ടാക്കാനോ തടയാനോ നിയമസഭാ തലത്തിൽ വലിയ ഒരു കോലാഹലം ഉണ്ടാക്കാനോ ഭരണപക്ഷം ശ്രമിക്കില്ല. CPM എല്ലാവര് ഇന്നത്തെ ദിവസം എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് എന്നുള്ള നിലയ്ക്ക് ഇന്ന് തന്നെ വരികയാണ് ചെയ്തത്. അതിനകത്ത് അദ്ദേഹം ബുദ്ധിപൂർവ്വം ആണ് കളിച്ചത്. അതിനകത്ത് ബുദ്ധി ഉപയോഗിച്ചു. പക്ഷെ അത് ആരുടെ ആശയമാണ്, ആരുടെ ബുദ്ധിയാണ്? രാഹുലിന് ബുദ്ധിക്ക് കുറവില്ലല്ലോ, ഇത്തിരി വകതിരിവിനല്ലേ കുറവുള്ളൂ. അപ്പൊ ഏതായാലും ബുദ്ധിപൂർവ്വം അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷെ അവിടെ കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്ന ഒരു ഘടകം നേമം ഷജീർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. രാഹുലിന്റെ സ്ഥിരം വിശ്വസ്തരൊക്കെ കൂടെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പാർട്ടിയിലോ യൂത്ത് കോൺഗ്രസിലോ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറാവില്ല എന്ന് പറഞ്ഞ അത് തെറ്റിച്ചുകൊണ്ടാണ് നേമം ഷജീർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അനുഗമിച്ചതും അദ്ദേഹത്തോടൊപ്പം അവിടെ എത്തിയതുമൊക്കെ. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. തൊട്ട് മുമ്പ് മുരളീധരൻ പറഞ്ഞു അദ്ദേഹം നിയമസഭയിൽ വരുവോ വരാതിരിക്കുകയോ അത് പാർട്ടിയുടെ പ്രശ്നമല്ല, പാർട്ടി എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ പാർട്ടിയുടെ ഭാഗമല്ല, നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ വരണമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ വരണ്ടെന്ന് പറയേണ്ട കാര്യം പാർട്ടിക്കില്ല. വന്നാൽ പാർട്ടിക്ക് ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല അദ്ദേഹം. കാരണം അത് രാഹുലിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്, പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. പാർട്ടി ധാർമ്മികമായി ചെയ്യേണ്ടിടത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ധാർമ്മികത കേരളത്തിൽ ഇതുവരെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പാർട്ടിക്ക് അതിനെക്കുറിച്ച് ഖേദിക്കേണ്ട അല്ലെങ്കിൽ ഒരു വലിയ തലവേദനയായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലാതെ പാർട്ടി ചെയ്യേണ്ടതെന്തോ അത് ചെയ്തു എന്ന രീതിയിൽ കൃത്യമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നും അദ്ദേഹം വരുന്നു, നാടകീയമായിട്ട് പ്രവേശിക്കുന്നു, അവിടെ ഇരിക്കുന്ന അതിനിടയ്ക്ക് എന്തോ ഒരു കുറിപ്പ് മറുപടി എഴുതി കൊടുത്ത ശേഷം അദ്ദേഹം അപ്പം തന്നെ, അതായത് സഭ തീരുന്നതിന് മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. അപ്പോഴും സഭാ നടപടി നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാവുന്നില്ല. പിന്നീട് MLA ഹോസ്റ്റലിലേക്ക് പോകുന്നു, അവിടെ നിന്ന് മടങ്ങി വരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ കാറിന് മുമ്പിലേക്ക് SFIക്കാർ വരുന്നു. കുറച്ചു നേരം അവർ തടസ്സം ചെയ്യുന്നു. നിശബ്ദനായിട്ട് രാഹുൽ അതിനകത്തിരിക്കുന്നു. അതിനുശേഷം പോലീസ് വന്ന് നീക്കം ചെയ്യുന്നു. അദ്ദേഹം MLA നിയമസഭാ കവാടത്തിൽ അരികിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരോട് പാർട്ടി ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം പറയുന്നു, നേതാക്കളെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യം ഒക്കെ പറഞ്ഞത് ഒരു വലിയ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള തന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് വലിയ ഒരു എന്താ പറയാ പ്രതികരണം നടത്തുന്നു. പക്ഷെ മാധ്യമപ്രവർത്തകർക്ക് അറിയേണ്ടിയിരുന്ന പ്രധാന ചോദ്യത്തോട് അദ്ദേഹം മുഖം തിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ആ ശബ്ദരേഖയിലുള്ള ശബ്ദം, പുറത്തു വന്ന ശബ്ദരേഖയിലെ ശബ്ദം നിങ്ങളുടേതാണോ? അതിനൊരു മറുപടി അദ്ദേഹം പറയുന്നില്ല. ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ മാറി മാറി ചോദിക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തില് അതിനൊരു മറുപടി പറയാൻ തയ്യാറാകുന്നേ ഇല്ല. അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഇനിയിപ്പോ ഉറ്റുനോക്കുന്നത് പാലക്കാട്ടേക്ക് പോകുമോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ ഇനി നിയമസഭാ സമ്മേളനത്തിന്റെ മറ്റു ബാക്കിയുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നുള്ള ചോദ്യമാണ്. ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്താൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ പാലക്കാട്ട് ഒരു പൊതുയോഗത്തിലേക്ക് പങ്കെടുക്കാൻ പോകാനും ഉള്ള സാധ്യതയുണ്ട്. അവിടെയും അദ്ദേഹത്തിന് കുറച്ച് ആരാധകരുണ്ട്. ഗ്രൂപ്പിലുള്ള ചില നേതാക്കളടക്കമുള്ള ആളുകൾ രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ ഇപ്പോ KPCC യോഗത്തിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ നിയമസഭയിലും KPCC യോഗത്തിലും പങ്കെടുക്കാൻ KPCC പ്രസിഡന്റിനോടുള്ള ചോദ്യത്തിന് ഈ വിഷയം രാഹുലിന്റെ വരവ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി ഒന്നും വലിയ വിശദീകരിച്ചൊരു മറുപടിക്കൊന്നും തയ്യാറാകാതെ നിശബ്ദത പാലിച്ച് അദ്ദേഹം MLA ആണല്ലോ, MLA എന്നുള്ള നിലയ്ക്ക് സഭയിൽ വരാൻ അദ്ദേഹം തീരുമാനിക്കട്ടെ, അദ്ദേഹത്തിന് അവകാശമുണ്ട്, അത് പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത് എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു മറുപടിയായിട്ടാണ് അദ്ദേഹവും കടന്നുപോയത്. സത്യത്തിൽ ഇതിനകത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം നിയമസഭയിൽ വരുമ്പോൾ വിഷമിക്കുന്നത് VD സതീശനാണ്. കാരണം മറ്റു പലരെ പോലെ തന്ത്രപൂർവമായ മൗനവും ഒഴിഞ്ഞുമാറലും അല്ല. VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സഭയിൽ വരാതിരിക്കുക എന്നുള്ളതാണ് പാർട്ടിയോട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹം അതാണ്. അദ്ദേഹം സഭയിൽ വരരുത്, പാർട്ടിയെ പ്രതിരോധത്തിലാക്കരുത്, നിയമസഭയിൽ ഒരുപാട് വിഷയങ്ങൾ
ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാനുണ്ട്. ആ ഘട്ടത്തിൽ അതിന്റെ ശക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഭരണപക്ഷത്തിന്റെ ആക്രമണത്തെ വല്ലാതെ പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ രാഹുലിന്റെ സാന്നിധ്യം സഭയിൽ ഇല്ലാതിരിക്കുകയാണ് നല്ലത് എന്ന് അദ്ദേഹം കൃത്യമായ സൂചനകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സതീശന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വികാരമോ ഇംഗിതോ ഒന്നും കണക്കിലെടുക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം വ്യക്തിപരമായ ഇമേജും ഈഗോയും സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിയമസഭയിൽ എത്തിയത്. ഇനി ഇന്നത്തെ പോലെ അനായാസം ആയിരിക്കുമോ നാളെ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവേശനമൊന്നും, നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏറ്റവും സുപ്രധാനം ഇന്ന് നടക്കുന്ന KPCC യോഗത്തിൽ രാഹുൽ വിഷയം ചർച്ചയാകുമോ, ചർച്ചയായാൽ എന്തായിരിക്കും ആ യോഗത്തില് എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട നേതാക്കളുണ്ട്, അല്ലാത്ത നേതാക്കളുണ്ട്, അടുപ്രകാശം അടക്കമുള്ള ഇവരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു യോഗം ആണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ പല കാര്യങ്ങളും ചിലപ്പോൾ രാഹുൽ VD സതീശൻ കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേതാക്കൾക്കൊക്കെ കൃത്യമായൊരു നിലപാട് എടുക്കേണ്ടി വരും ഇന്നത്തെ യോഗത്തിൽ. ഇതിനിടയിൽ ഒരു വാർത്ത വന്ന് നേരെ ശരിയോ തെറ്റോ നമുക്കറിയില്ല. ദീപാദാസ് മുൻഷിയെ കാണണം എന്ന് രാഹുൽ ആഗ്രഹം അറിയിച്ചെങ്കിലും അവർ സമയം അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. കാണാൻ താല്പര്യമില്ല എന്നറിയിച്ചു അതായിട്ടാണ് പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല. മാത്രമല്ല മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ ഷാഫി പറമ്പിൽ ഇന്ന് തൃശ്ശൂരിലൊരു പരിപാടി കഴിഞ്ഞ് കാസർഗോഡ് കോൺഗ്രസിന്റെ ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനയുടെ ഒരു സംസ്ഥാന മാർച്ചിന്റെ ഉദ്ഘാടനത്തിനായി പോവുകയാണ്. ഇന്നത്തെ KPCC യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളതിന് വ്യാഖ്യാനങ്ങളുണ്ട്. മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുന്നതാണ്, അതല്ല KPCC പ്രസിഡന്റ് നിയോഗം അനുസരിച്ചിട്ടാണ് താൻ കാസർഗോഡേക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഷാഫിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമാണ്. തൃശ്ശൂർ പത്രലേഖകർ കണ്ടപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നതിനെ കുറിച്ച് തനിക്ക് ഒന്നും പറയാനില്ല എന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് ഒട്ടക്ക അസഹിഷ്ണുതയോടെ ചില ഘട്ടങ്ങളിൽ ചൊടിച്ചുകൊണ്ട് ഷാഫി മറുപടി പറയുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ വളരെ കാലത്ത് മുതൽ ഉച്ചവരെ വളരെ വാർത്താ ഹരിതമായ കുറെ മണിക്കൂറുകളാണ് കടന്നുപോയത്. അതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇന്നത്തെ മറ്റ് യോഗങ്ങളൊക്കെ നടക്കുന്നത്. നാളെ എന്താകും എന്ന് കാത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടുകളും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും അനുസരിച്ചായിരിക്കും എന്ന് വേണം കരുതാൻ. അതെ, അതേപോലെ തന്നെ ഇന്ന് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്, അദ്ദേഹത്തിനോട് കൃത്യമായിട്ടൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വളരെ തന്ത്രപരമായിട്ട് തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നുണ്ട്. അദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെ മാധ്യമങ്ങളെ കൃത്യമായിട്ടൊരു ഉത്തരമില്ലാതെ കാണുമ്പോഴൊക്കെ അത് അദ്ദേഹത്തിന് തന്നെയല്ലേ ബുദ്ധിമുട്ടാകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തില് ആദ്യം മുതൽ ഈ 21 ദിവസക്കാലവും കേരളം കാത്തിരുന്ന മറുപടി എന്ന് പറയുന്നത് നമുക്കറിയാം. ആ ഗർഭഛിദ്രം നടത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് വിധേയയായി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ ശബ്ദരേഖയാണ്. ആ ശബ്ദരേഖയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇനിയിപ്പോ അവർ പോലീസിന് മുമ്പിൽ പോവുകയോ മൊഴി കൊടുക്കുകയോ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകുകയോ ഇതൊക്കെ വേറെ പ്രശ്നം. പക്ഷെ പൊതുസമൂഹം കേട്ട സ്വരമാണ് അതിനകത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ആവർത്തിച്ച് ആ കൃത്യത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് ചോദിക്കുന്നു. കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ പോരെ എന്ന് മറുപടി പറയുന്നു. കൊല്ലാൻ വേണ്ടി ആയിരിക്കില്ല ഞാൻ ആ കാര്യത്തിൽ അത് കൊല്ലുന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത്. കൊല്ലുന്നതല്ലല്ലോ, ജീവിക്കലല്ലേ പ്രധാനം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വ്യാഖ്യാനിക്കാൻ അതിനകത്ത് മറ്റു പലതും ചെയ്യുന്ന പോലെ എതിർ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആ രീതിയിലൊന്നും ഞാനതിനെ കാണുന്നില്ല. അതിങ്ങനെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞതാണ്. കൊല്ലാനൊക്കെയാണ് സെക്കൻഡുകൾ പോരെ, അതല്ലല്ലോ, ജീവിതമല്ലേ പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത അർത്ഥം, ആംഗിൾ. അതൊക്കെ ഇരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ രാഹുലിനെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആ സ്വരം എന്റേതല്ല, ഞാനല്ല എന്ന് രാഹുൽ എപ്പോഴെങ്കിലും പറയുന്നതാണ്. പക്ഷെ രാഹുൽ ഇതുവരെയും ആ സ്വരത്തിന്റെ ഉടമ ഞാനല്ല, ആ പെൺകുട്ടിയോട് സംസാരിച്ച് ഞാനല്ല എന്ന് പറയാൻ രാഹുൽ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന് ഒറ്റ അർത്ഥമുള്ളൂ, അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഹുൽ പോലും ഒഴിഞ്ഞു മാറുന്നില്ല. അത് രാഹുലിന്റെ ഉത്തരവാദിത്വത്തിലുള്ളതാണ്, അല്ലെങ്കിൽ രാഹുൽ അതിൽ പങ്കാളിയാണെന്ന് തന്നെയല്ലേ ആർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ശബ്ദരേഖ നിരാകരിക്കാൻ എന്താ പ്രയാസം? ആ ശബ്ദം എന്റേതല്ല, അത് മാനിപ്പുലേറ്റഡ് ആണ്. എന്തുകൊണ്ട് അവർ പരാതിപ്പെടുന്നില്ല? ഇങ്ങനെ ചോദിച്ചാൽ അവരെ ചൊടിപ്പിക്കാനും രാഹുൽ ശ്രമിക്കുന്നില്ല. അവർ പരാതിപ്പെടാത്ത ധൈര്യം ഉണ്ടെങ്കിൽ പരാതിപ്പെടട്ടെ. അത് എന്റേതല്ല എന്ന് പറയാൻ രാഹുൽ തയ്യാറല്ല. കാരണം എന്താ? കൂടുതൽ ചൊടിപ്പിച്ചാൽ പ്രകോപിപ്പിക്കണ്ട എന്നുള്ളൊരു തന്ത്രം രാഹുലിന് ഉണ്ടെന്ന് വേണം വിചാരിക്കാൻ. അപ്പോ
മാത്രമല്ല അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളാണ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കി എല്ലാ അർത്ഥത്തിലും പാർട്ടിയുടെ കരുത്ത് ചോർത്തിക്കളഞ്ഞൊരു വ്യക്തി. ഞാൻ എന്നും ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമാണ്, നേതാവല്ല. നേതാവായിരിക്കുമ്പോഴും ഒരു പ്രവർത്തകനായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാ നേതാക്കളുടെയും കരങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിസന്ധിയുടെ നിർണായകമായ കാലഘട്ടത്തിൽ പാർട്ടിയെ രക്ഷിക്കുക എന്നൊക്കെ പറയുന്നതിനകത്തുള്ള ഒരു പൊള്ളത്തരം അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യമില്ല. രാഹുലിന് ചെയ്യാവുന്നത് ഒന്നുകിൽ രാഹുൽ നിരപരാധിയാണെന്ന് സ്വയം തെളിയിക്കുക. അങ്ങനെ തെളിയിക്കാനാവുന്നില്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതെ കുറച്ചുകൂടി എന്താ പറയാ സംയമനത്തോടെ കുറച്ചുകൂടി പാർട്ടിക്ക് ഗുണകരമാകുന്ന ഒരു നിലപാടെടുത്ത് മാറി നിൽക്കാനോ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിൽ എതിരാളിക്ക് അടിക്കാൻ വടി കൊടുക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മിനിമം മര്യാദയെങ്കിലും രാഹുൽ കാണിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.